സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിന് വലിയ ഫാൻസ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഗബ്രി ജാസ്മിൻ കോംബോ ഗെയിം വലിയ രീതിയിൽ നെഗറ്റീവായി ചർച്ച ചെയ്യപ്പെട്ടതോടെ ജാസ്മിൻ ഉണ്ടായിരുന്ന ഫാൻ ബേസ് കുറയുകയായിരുന്നു. ഗബ്രി കോംബോ കാരണം പലരും ജാസ്മിൻ ഹേറ്റേഴ്സ് ആയി എന്നതും ശ്രദ്ധേയമാണ്. ജാസ്മിന്റെ വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും ജാസ്മിനെതിരെ ഹേറ്റേഴ്സ് ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട്. ആദ്യമായി ജാസ്മിനെതിരെ ഉയർന്ന ഹൈജീൻ പ്രശ്നം ചായ ഉണ്ടാക്കുന്നതിനിടയിൽ ചായയിലേക്ക് തുമ്മിയതാണ്. അത് ഹൗസിനുള്ളിൽ വലിയ ചർച്ചയായിരുന്നു. മാത്രമല്ല, തുടർന്ന് എല്ലാ ദിവസവും കുളിക്കാറില്ലെന്ന് ജാസ്മിൻ പറഞ്ഞതും മറ്റൊരു ചർച്ചയ്ക്ക് കാരണമായി. ഇതിന് പിന്നാലെ ജാസ്മിൻ എപ്പോഴും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് പലയിടത്തായി ഇടുന്നതും കാലിലെ നഖം ജാസ്മിൻ കടിച്ചു മുറിക്കുന്നതും ചെരുപ്പിടാതെ ഹൗസിനുള്ളിൽ നടക്കുന്നു എന്ന് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ജാസ്മിന്റെ പേരിൽ നടന്നിരുന്നു. എന്നാൽ ഇതൊന്നും കാര്യമായ പ്രശ്നമല്ലെന്നും ജാസ്മിന് പുറത്ത് സ്ത്രീകളായ ഹേറ്റേഴ്സ് കൂടാൻ കാരണം ജാസ്മിന്റെ സൗന്ദര്യമാണെന്നാണ് കുറിപ്പിലൂടെ ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ പറയുന്നത്. ജാസ്മിൻ വളരെ പ്രിറ്റിയായ മത്സരാർത്ഥിയാണെന്ന് ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന കാര്യമാണെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. ജാസ്മിന്റെ വിജയമാണ് മറ്റൊരു കാരണമെന്നും കുറിപ്പിൽ പറയുന്നു. ജാസ്മിന് ഇത്രയും ഫീമെയിൽ ഹേറ്റേഴ്സ് ഉണ്ടാകാനുള്ള യഥാർത്ഥ കാരണം അവരെ കാണാൻ വളരെ നല്ലതായതുകൊണ്ടാണ്. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രിറ്റിയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നത് ശത്രുക്കൾ പോലും രഹസ്യമായി സമ്മതിക്കുന്ന കാര്യമാണ്. ക്ലാസ്സിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയെ ബുള്ളിങ് ചെയ്യാൻ അത്രയും ഭംഗിയില്ലാത്ത പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കില്ല. അത് സ്വാഭാവികമാണ്. അതുപോലെ ഇത്രയും മെയിൽ ഹേറ്റേഴ്സ് ഉണ്ടാകാനുള്ള കാരണം ചുരുങ്ങിയ കാലം കൊണ്ട് ജാസ്മിൻ നേടിയ ഇൻക്രെഡിബിൾ ആയ സക്സസ് ആണ്. 23-ാം വയസ്സിൽ ബാധ്യതകൾ തീർത്തു, വീട് വെച്ചു, കാർ വാങ്ങി, ഫെയിം നേടി. കുടുംബം നോക്കുന്ന ഒരു കഴിവുറ്റ പെൺകുട്ടിയോടുള്ള ഒരുതരം ജലസിയാണ് ഇവർക്ക്. ഇവർ അമ്മി ഉമ്മി നോക്കിയിട്ടും അവൾ ഇതുവരെ നേടിയതിന്റെ 7 അയലത്ത് പോലും എത്തിയിട്ടുണ്ടായില്ല. അവളുടെ ഗെയിമിനെ നിങ്ങൾക്ക് വിമർശിക്കാം, ഞാനും ചെയ്തിട്ടുണ്ട്, ഇനിയും വിമർശിക്കും. പക്ഷേ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് അവളെ വ്യക്തിഹത്യ ചെയ്ത് അങ്ങ് ഇല്ലാതാക്കാം എന്നാണ് വിചാരമെങ്കിൽ ചേർത്ത് നിർത്താൻ തന്നെയാണ് തീരുമാനമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഈ കുറിപ്പിന് താഴെ നിരവധി പേർ കമന്റുകളുമായി എത്തുന്നുണ്ട്. അതേസമയം ബിഗ് ബോസ് വീട്ടിൽ ഈ സീസണിന്റെ തുടക്കം മുതൽ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേര് ജാസ്മിന്റെ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഫാമിലി വീക്കിൽ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും വന്നപ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഗബ്രിയുമായിട്ടുള്ള കോംബോ ഗെയിം തന്നെയാണ് അതിന് കാരണവും. ഗബ്രിയോട് തനിക്ക് പ്രണയം അല്ലെങ്കിൽ സൗഹൃദത്തെക്കാൾ കവിഞ്ഞ് ഒരു ഇഷ്ടമുണ്ടെന്ന് ജാസ്മിൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാർ വരുമ്പോഴും തനിക്ക് ആകെ അവിടെ ഉണ്ടായിരുന്ന ആശ്വാസം ഗബ്രിയാണെന്നായിരുന്നു ജാസ്മിൻ പറയുന്നത്. എന്നാൽ ഇതൊന്നും കേൾക്കാതെയാണ് ജാസ്മിന്റെ പിതാവ് ഗബ്രിയുടെ മാലയും ഫോട്ടോയും വാങ്ങിവെച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.